السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളെ അനുസരിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. മനുഷ്യൻ എന്ന ജീവി ഭൂമിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. വിശ്വാസികളുടെ ആഗ്രഹം അതാണ്. മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതത്തിനൊരു പ്ലാൻ റബ്ബ് സുബ്ഹാനഹു തആല തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ റബ്ബ് ഉണ്ടാക്കിയ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബം എന്ന ആശയമാണ്. കുടുംബം റബ്ബിന്റെ മനുഷ്യന്റെ ജീവിതത്തിലെ പ്ലാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനത്തിന്റെ പേരാണ് കുടുംബം. ഇസ്ലാം കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത് നിരവധി പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ്. ധാരാളം മനുഷ്യൻ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഇസ്ലാമിൽ കുടുംബം എന്ന വ്യവസ്ഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കുക. വിവാഹം കഴിക്കാൻ കഴിയാത്തവർ നോമ്പെടുക്കുക. നിർബന്ധമില്ല. ആ തൻ്റെ ഇണയോട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി, ബുദ്ധിമുട്ടാക്കണ്ട. പക്ഷെ ആ വിവാഹം എന്നത് നിരവധി പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ഇന്ന് ലോകത്തെ രാജ്യങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമുക്ക് അമേരിക്ക, ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യമാണ് അമേരിക്ക. ഇന്ന് യുദ്ധങ്ങൾ പോലും നയിക്കാനും ലോകത്തെ മുഴുവൻ ഒരു ലോക പോലീസായി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനും ഒക്കെ അമേരിക്കക്ക് കഴിയും. പക്ഷെ അമേരിക്കയിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ജനസംഖ്യയിലെ 28% മനുഷ്യരും മരുന്ന് കഴിക്കുന്നു എന്നാ. എന്തിനുള്ള മരുന്നാന്നറിയോ? ഒറ്റപ്പെടൽ എന്ന അസുഖത്തിനുള്ള മരുന്ന്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഒറ്റപ്പെട്ടു പോയി അവസാനം അവർക്ക് മാനസികമായിട്ട് തകർന്ന് ഈ മാനസികമായിട്ട് അവർക്ക് ഒന്ന് ഉഷാറാവാനുള്ള മരുന്നുകൾ അവർ ഉപയോഗിക്കുന്നതാണ്. ബ്രിട്ടീഷ് ജനസംഖ്യയുടെ 32% ആളുകളും സൈക്യാട്രിക് മെഡിസിൻസ് ഉപയോഗിക്കുന്നു എന്നതാണ് പഠനം. അതിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ട്. രണ്ടാമത്തെ ഒരു പഠനം കാണിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നമ്മളൊക്കെ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ കാണാം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ കുറിച്ചൊക്കെ കാണാം. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ. പല യൂറോപ്യൻ രാജ്യങ്ങളിലും കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ ഒന്ന് ദയാവധത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. ഞങ്ങളെ ഒന്ന് കൊന്നു തരണം, ആ കൊല്ലാൻ വേണ്ടി, ഞങ്ങൾക്ക് മരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അനുമതി നൽകണം എന്ന ധാരാളം ഫയലുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ട് എന്ന് അവിടുത്തെ പഠനങ്ങൾ തെളിയിക്കുകയാണ്. കാരണം മനുഷ്യർ ഒറ്റപ്പെട്ടു പോവാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് മാനസികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനാണ് ഞാനതാ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, മനുഷ്യൻ എന്ന ജീവി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് ഇസ്ലാം കുടുംബത്തെ പരിചയപ്പെടുത്തിയത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ എന്തിനാണ് ഈ കുടുംബം എന്നത് കൂട്ടാണ്. മനുഷ്യനൊരു കൂട്ട് വേണം. ലോകത്തെ മിക്ക ജന്തുക്കളും മൃഗങ്ങളും ഒക്കെ കൂട്ടമായിട്ടാണ് ജീവിക്കുക. തേനീച്ചകൾ, ഉറുമ്പ്, ചെന്നായ്ക്കള്, മാന്, ഇങ്ങനെ കൂട്ടമായിട്ടാണ് ജീവിക്കുക. ഒന്നിനോട് ചേർന്ന് ഇങ്ങനെ ജീവിച്ചു പോവുക. അതാണ് ഒരു ഭൂമിയിലെ ഒരു ക്രമം. മനുഷ്യൻ എന്ന ജീവിക്കും ഈ കൂട്ട് ആവശ്യം. കൂട്ടില്ലാത്ത ഒരു മനുഷ്യൻ അവൻ മാനസികമായിട്ട് തളർന്നു പോകും. മനുഷ്യനല്ലേ അവന്റെ ജീവിതയാത്രയിൽ ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, ടെൻഷനുകൾ എന്തൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് അവനൊന്ന് താങ്ങാനാണ് കുടുംബം. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒന്ന് കൂട്ടാണ് കുടുംബം, രണ്ട് താങ്ങാണ് കുടുംബം. എന്താ താങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു വാഴ, കൊലച്ച വാഴ, കൊല ഇങ്ങനെ വരുമ്പോൾ വാഴ ചെരിയാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു കുത്തെടുക്കും. ഇതിനാണ് താങ്ങ് എന്ന് പറയാം. ആ താങ്ങ് എന്തിനാ? വീണു പോവാതിരിക്കാനാണ്. ഒരു മനുഷ്യൻ വീണു പോവാതിരിക്കാൻ അവന് കൊടുക്കുന്ന സാധനമാണ് താങ്ങ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തളർന്നപ്പോഴെല്ലാം താങ്ങായി നിന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആ താങ്ങായി നിന്ന ഭാര്യയാണ് റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, ഇതാണ് കുടുംബം എന്ന വ്യവസ്ഥയുടെ രണ്ടാമത്തെ കാര്യം. ഒന്ന് കൂട്ടാണ്, രണ്ട് താങ്ങാണ്, സപ്പോർട്ടാണ്. അപ്പൊ നമ്മുടെ ഒക്കെ കുടുംബം ഇങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ നല്ലൊരു കൂട്ട് കൊടുക്കുന്നുണ്ടോ? ആരാ കൂട്ടുകാരൻ? ചില കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് ചില ഭാര്യമാര് കംപ്ലൈന്റ് പറയും, ഇയാൾ വീട്ടിൽ നിൽക്കില്ല,
അനങ്ങിയ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാ സാറേ, ഇയാളോടൊന്ന് വീട്ടിൽ നിൽക്കാൻ പറ. എന്തുകൊണ്ടാണ് അയാൾ വീട്ടിൽ നിൽക്കാത്തതെന്നറിയോ? അയാൾക്ക് വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കിട്ടാത്തതുകൊണ്ടാണ്. കൂട്ട് കിട്ടില്ല, കുറ്റം പെടുത്തലാണ്, പ്രശ്നം ഉണ്ടാക്കലാണ്, അയാൾ പുറത്തേക്ക് പോകും അല്ലെ? ആ വീട്ടിനകത്ത് നിങ്ങളൊരു കൂട്ട് കൊടുത്തു നോക്കൂ, നിങ്ങളുടെ ഇണയുടെ ഒരു കൂട്ടുകാരനായി നോക്കൂ, അയാൾ ആ വീട്ടിനകത്തുണ്ടാവും. എന്തിനാ ഇയാൾ ഇതൊക്കെ ഉണ്ട്? ഈ ഭാര്യ 2 കല്യാണം കഴിച്ച ഒരാളെ എനിക്കറിയാം, അയാൾ 2 വീട്ടിലും നിൽക്കാതെ കൂട്ടുകാരെ കൂടെ പോകും. 2 കല്യാണം കഴിച്ചിരുന്നു. അപ്പൊ ഈ 2 കല്യാണത്തിനും പിന്നെ കഴിച്ചിട്ട് ഇയാൾക്ക് കൂട്ട് കിട്ടില്ല. കുറ്റപ്പെടുത്താൻ എന്തിനാ കൂട്ടരെ? കുടുംബം. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ എന്തിനാ നമുക്ക് കുടുംബം? ഏതാളാ കുറ്റപ്പെടുത്തുന്നിടത്ത് നിൽക്കുക? എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരൂലേ? വേറെ എന്ത് ജോലി നോക്കൂലേ? 1 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യുന്ന ഒരാളെ എനിക്കറിയാം. അയാൾക്ക് ഭയങ്കര പ്രഷറാ ജോലിന്ന്, എപ്പോഴും കുറ്റപ്പെടുത്തല. അയാൾ ആ ജോലി വിട്ടിട്ട് 60,000 റുപ്യന്റെ ജോലിയിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു 40,000 റുപ്യ കുറഞ്ഞാലും വേണ്ടില്ല, സമാധാനം ഉണ്ടല്ലോ അല്ലേ? മനുഷ്യൻ ഇതിനാണ് കൊതിക്കുക. ഈ കൂട്ട് കൊടുക്കാനാണ് കുടുംബം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിങ്ങനെ പ്രായമാകുന്നു, എല്ലാവരും ഇങ്ങനെ പറയുന്നു കെട്ടണ്ടേന്ന്. എന്നാ പിന്നെ കെട്ടായിരിക്കണ്, അങ്ങോട്ട് കല്യാണം കഴിക്കണേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു ജീവിതം ജീവിക്കണം. പക്ഷെ ഇസ്ലാമിൽ ഈ കുടുംബം എന്നത് കൂട്ടാണെന്നും അത് സപ്പോർട്ടാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്താ അടുത്ത കുടുംബത്തിന്റെ കാര്യം? എന്താ അടുത്ത കുടുംബത്തിന്റെ കാര്യം എന്നത്? സ്നേഹമാണ്. സ്നേഹിക്കപ്പെടുക എന്നത് നോക്കൂ. നിങ്ങളൊരു ജീവിയെ പോറ്റി നോക്ക്, ഒരു പൂച്ചയെ, ഒരു നായയെ, നിങ്ങളൊരു ജീവിയെ ഒന്ന് ഇണക്കി വളർത്തി നോക്ക്, ഒരു കോഴിയെ പോറ്റി നോക്ക്, നിങ്ങളൊരു ഇത്തിരി സ്നേഹിച്ചു നോക്ക്, ആ സാധനം തിരിച്ചു തരും. മനുഷ്യനെ കടിക്കണം, നമുക്കൊക്കെ പേടിയാ. കുട്ടികളെ പുറത്തൊക്കെ ഇവിടെ നായ്ക്കളാണ് റോട്ടിലൊക്കെ. ആ നായനെ നിങ്ങളൊന്ന് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ഒന്ന് തൊട്ട് തലോടി ഒന്ന് സ്നേഹിച്ചു നോക്കിയാ ആ നായ നിങ്ങളെ കാണുമ്പോൾ ആ സ്നേഹം തിരിച്ചു കാണിക്കും. മൃഗങ്ങൾ പോലും കാണിക്കും. വലിയൊരു മൃഗ ആന അല്ലേ, ഒരു ഞെരുന്ത് പോലത്തെ ഒരു പാപ്പാൻ ആനനെ കൊണ്ടെടുക്കുക. അയാൾ പറഞ്ഞ ആന കേൾക്കും. കാരണം എന്താ? അയാൾ ആനയെ സ്നേഹിക്കും. ആനക്ക് ഭക്ഷണം കൊടുക്കും, തൊട്ട് തലോടി കുളിപ്പിച്ച് അതിനെ സോപ്പിട്ട് ആ സാധനം അനുസരിക്കും. ഈ കുടുംബത്തിൽ എന്താ നമുക്ക് പറ്റുന്നത്? എന്തുകൊണ്ടാണ് സ്നേഹം വരാത്തത്? എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് കാരണം എന്താ? ആ സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരു കുടുംബത്തിനകത്ത് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞതുമായിട്ടൊക്കെ ബന്ധമുണ്ട്. നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കും ഉണ്ടോ? അപ്പൊ ആ കൂട്ട് ഉണ്ടെങ്കിൽ ആ സ്നേഹം ഉണ്ടാവും. എന്തിനാ കുടുംബം? സ്നേഹം കിട്ടാനാണ്. ഞാൻ എന്തിനാ ഒരു കുടുംബമായത്? എനിക്ക് സ്നേഹം കിട്ടാനാണ്. പിന്നെയോ ഞാൻ സ്നേഹം കൊടുക്കാനാണ്. അപ്പൊ സ്നേഹിക്കപ്പെടാനാണ് കുടുംബം. ഇനി 4-മത്തെ കാര്യം എന്താ? 4-മത്തെ കാര്യം, ലൈംഗികമായിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന ചോദനകളെ നിയന്ത്രിക്കാനും അത് ആ ആഗ്രഹങ്ങളെ തീർക്കാനുമുള്ള ഇടമാണ് കുടുംബം. കണ്ടോ? ഞാനിതൊക്കെ പറയണത് എന്താണെന്നറിയോ? ഇതൊക്കെ നടക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പല കുടുംബങ്ങൾക്കകത്തുമുള്ള പ്രശ്നങ്ങൾ ആ കൗൺസിലിംഗ് വരുമ്പോൾ തന്നെ പറയും, ബെഡ്റൂമാണ് സാറേ പ്രശ്നം. കണ്ടോ? എന്താ ഈ ബെഡ്റൂമിലെ പ്രശ്നം? ഈ ഭാര്യയെ പരിഗണിക്കുന്ന പോലെ പരിഗണിക്കാൻ ഭർത്താവിനും, ഭർത്താവിനെ പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കാൻ ഭാര്യക്കും കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര പ്രശ്നങ്ങളാണെന്നറിയോ? ഭർത്താവിന്റെ അടുത്തേക്ക് വരുമ്പം തന്നെ ഭാര്യമാര് ചില ചോദിക്കും, നിങ്ങൾക്ക് ഈ ഒരു വിചാരമേ ഉള്ളൂ തന്നെ ചോദിക്കുക. ഈ ഒരു വിചാരത്തിനല്ലാതെ പിന്നെ എന്തിനാ ഈ പെണ്ണിനെ വിവാഹം കഴിച്ചതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാവില്ല. കണ്ടോ? അപ്പൊ ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കുടുംബം. അപ്പൊ ഇത്രയും കാര്യങ്ങളായി. ഇനിയോ ഒന്നുകൂടി പറയാൻ നിർത്തുകയാണ്. ഇനി എന്തിനാ ഒരു കുടുംബത്തിന്റെ കാര്യം? ഇനി കുടുംബം കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയാണ്. ഈ കുട്ടികൾ ഉണ്ടായാൽ മാത്രം പോരാ, ഒരുമിച്ച് നിന്ന് ആ കുട്ടികളെ ഹലാലായ മാർഗത്തിൽ വളർത്താനാണ് കുടുംബം. അമേരിക്കയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് ഫാദർലെസ് അമേരിക്ക എന്നാണ്. അമേരിക്കയിൽ ഒരു തോക്കെടുത്ത് വെടിവെക്കുക, സ്കൂളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ ഭയങ്കരമായ ഡിഫിയന്റ് ആയ കുട്ടികളെ കുറിച്ച് അമേരിക്കയിൽ ഒരു പഠനം നടക്കുന്നു. എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ ഭയങ്കര കച്ചറക്കാര്, തെരുവിലിറങ്ങുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് അവര് സാധനങ്ങൾ കൊള്ളയടിക്കുന്നു, മയക്കുമരുന്ന് കടത്തുകൾ സജീവമാകുന്നു. കണ്ടോ? മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ മയക്കുമരുന്നുകാരാ ഭരിക്കണ തന്നെ. ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമ്പോൾ ഈ കുട്ടികൾ എന്താ ഇങ്ങനെ എന്നതിനെ കുറിച്ചൊരു പഠനം നടന്നു. ആ പഠനം നടന്നപ്പം അവർക്ക് മനസ്സിലായ സാധനം, ഇവരെ കുടുംബം പ്രശ്നമുണ്ടെന്ന. പല കുട്ടികൾക്കും അച്ഛൻ ആരാന്നറിയില്ല, അച്ഛൻ ആരാണെന്ന് അറിയില്ല, ആരാണ് ഈ കുട്ടികളുടെ ബാപ്പ എന്ന് അറിയില്ല. കുട്ടിയൊക്കെ അറിയണമെങ്കിൽ കുട്ടികളെ ഉമ്മക്ക് അറിയണ്ടേ? അതും അറിയില്ല. കാരണം ഒരേ ദിവസം തന്നെ പലരുമായിട്ടുമുള്ള ബന്ധങ്ങൾ, ആ ബന്ധത്തിൽ ഗർഭം ധരിച്ച പെണ്ണ് എങ്ങനെയാ മനസ്സിലാവുക ഏതിന്റെ കുട്ടിയാന്ന്?
അങ്ങനെ ലിവിങ് ടുഗദറിലൂടെ ഒക്കെ ഉണ്ടാകുന്ന കുട്ടികൾ വലിയ പ്രശ്നക്കാരായിട്ട് മാറുകയാണ്. അപ്പൊ നല്ല ഒരു കുടുംബ പശ്ചാത്തലത്തിലൂടെ വളർന്നു വരാത്ത ഒരു മനുഷ്യൻ, ഒരു കുട്ടി, അവൻ ഈ ഭൂമിയിൽ ഒരു പ്രശ്നക്കാരനായി മാറും എന്നതാണ് പഠനം. അങ്ങനെയാണ് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം വരുന്നത്. അമേരിക്കയിലെ കുട്ടികൾക്ക് വാപ്പയില്ല. ആരാ വാപ്പ എന്ന് ഇവർക്ക് അറിയില്ല. ഈ അടുത്ത് നമ്മളിപ്പോ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇതൊക്കെ ചേർത്ത് നമ്മൾ ഈ കുടുംബത്തെ വായിക്കണം. മനുഷ്യൻ എന്ന ജീവി ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ കുടുംബം എന്ന വ്യവസ്ഥ ഉണ്ടാവണം. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് കുടുംബം എന്ന വ്യവസ്ഥയാണ്. ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ, കുടുംബം വേണ്ട എന്ന് ചിന്തിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. കുടുംബം ഇല്ലാത്തത് കൊണ്ട് തന്നെ മക്കളുടെ എണ്ണം കുറയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോയാൽ മതി. ഒരു സ്കൂളിലേക്ക് പോവുക. ഇവിടെ അടുത്ത ഏതാ സ്കൂൾ, നിങ്ങൾ അവിടെ പോയിക്കോ. 1 മുതൽ 10 വരെയുള്ള സ്കൂളിൽ പോവുക. 10ാം ക്ലാസ്സിൽ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ചോദിക്കുക. അപ്പൊ അവരിങ്ങനെ എണ്ണിത്തരും. 10 K വരെ ഉണ്ട് അല്ലെ. ABCDEFGHIJK 11 സ്റ്റാൻഡേർഡ് ഉണ്ട്. K വരെ ഉണ്ട് 10. ഇനി നിങ്ങൾ മാഷോട് ചോദിക്കുക 6ാം ക്ലാസ് എത്ര വരെ ഉണ്ട്, അത് K വരെ ഉണ്ടാവില്ല അല്ലേ, സ്റ്റാൻഡേർഡ് കുറഞ്ഞു. ഇനി അടുത്തത് ചോദിക്കുക 1ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, ABC 3 സ്റ്റാൻഡേർഡ്, അതും 35-40 കുട്ടികൾ. ഈ കുട്ടികൾ എവിടെ, എന്താ ഇല്ലാത്തത്? സ്കൂളുകൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് എന്താ കുട്ടികളില്ലാത്തത്? ഇനി വരുന്ന ഒരു 10 കൊല്ലം കൊണ്ട്, ഇത് 10 കൊല്ലത്തെ മാറ്റാം. 9 കൊല്ലം മുമ്പ് സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടിയാണ് ഈ കൊല്ലം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത്. അതാണ് K വരെയുള്ള സ്റ്റാൻഡേർഡുകൾ എല്ലാ സ്കൂളിലും. നിങ്ങൾ സ്കൂൾ എടുത്ത് നോക്കിക്കോ, ഏത് സ്കൂളും പോയിക്കോ. യൂണിവേഴ്സിറ്റി സ്കൂളുണ്ട്, രാമനാട്ട സ്കൂളിൽ നിങ്ങൾ പോയിക്കോ. സ്റ്റാൻഡേർഡുകളുടെ എണ്ണം കുറയാണ്. മലബാറിൽ +1 സീറ്റുകൾ വളരെ കുറവാണ് എന്ന് ഭയങ്കര കച്ചറുണ്ടാവും. ഇനിയിപ്പൊ തുടങ്ങാണ് ഈ റിസൾട്ട് വന്ന് +1 സീറ്റ് വരുമ്പോ മലബാറിലെ സീറ്റ് വളരെ കുറവ്. അപ്പോ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും, നമുക്ക് സീറ്റ് കൂട്ടണം എന്ന്. എന്താ ഗവൺമെന്റ് സീറ്റ് കൂട്ടാത്ത അറിവുകൾ? ഗവൺമെന്റ് ഒരു പഠനം നടത്തി. ആ പഠനം നടത്തി നോക്കിയപ്പോൾ എന്താ പറയുക, 10 കൊല്ലം കൊണ്ട് ഈ കുട്ടികളുടെ എണ്ണം പകുതിയായി കുറയും. അപ്പൊ ഇപ്പം പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ അധ്യാപകർക്ക് പണി ഉണ്ടാവില്ല. നമ്മുടെ സ്കൂളിന്റെ ബിൽഡിംഗ് ഒക്കെ ഒഴിയാൻ പോവാണ്. ഞാൻ ഒരു ഔദ്യോഗികമായ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായി കോളേജിൽ നിന്ന് വയനാട്ടിൽ പോവാണ്. അവിടെ ഒരു കുട്ടികളുടെ ക്ലാസ് കാണാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് വയനാട്ടിലെ വെള്ളമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിലേക്ക് കയറി ചെല്ലുക. സ്കൂൾ വർക്കിംഗ് ഡേ ആണ്, 10 മണി സമയമാണ്. ആദ്യത്തെ പീരീഡ് മുതൽ കുട്ടികളെ ക്ലാസ് കാണാനുണ്ട്. ആ ക്ലാസ് കാണാൻ വേണ്ടി ഇങ്ങനെ കയറി ചെന്നപ്പോൾ സ്കൂളിൽ ഒരു ഒച്ചയും വിളി ഒന്നുമില്ല. നമ്മളൊക്കെ നാട്ടിലെ സ്കൂളിൽ ചെന്ന് നിങ്ങൾക്ക് അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പായി ഉണ്ടാവും. 2 കാലിന്റെ ഇടയിൽ കൂടി കുട്ടികൾ പായും സ്കൂളിൽ പോയാൽ. പക്ഷെ ഇതൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, സ്കൂളില്ലേ? ഉണ്ട്, സ്കൂളുണ്ട്. ആ സ്കൂളിലെ 2 ഭാഗത്തുള്ള 3 നില ബിൽഡിംഗ് പൂട്ടിയിട്ടതാ, കുട്ടികളില്ല കഴിഞ്ഞിട്ട്. ബിൽഡിംഗ് അടച്ചിട്ടതാ, കാരണം അതിലൊന്നും കുട്ടികളില്ല. ഗവൺമെന്റ് വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി നിറച്ചും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിൽ മാത്രം ഓരോ ക്ലാസ്സിൽ 30 കുട്ടികൾ ആ ക്ലാസ്സിലുള്ളത്. ഇത് വയനാട്ടിലെ ട്രെൻഡാണ്. നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ കാലിയാവും. ഈ 6 വരി പാതയിലൂടെ വണ്ടി ഓടിക്കാൻ ആളില്ലാതെയാവും. എപ്പോ കുടുംബം എന്ന വ്യവസ്ഥ കേരളത്തിൽ പോലും ഇല്ലാതെയായ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാലമാണ്. നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഇതിനു വേണ്ടി ഓറിയന്റ് ചെയ്യണം. നമ്മളൊരു മാതൃകയായി കാണിച്ചു കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാവുകയും നമ്മുടെ മക്കൾക്ക് അത് കാണാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യണം. ആ കുടുംബം കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ ഒരുമിച്ച് കുടുംബത്തോടെ സ്വർഗത്തിലെത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കൂടെ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.